ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ സീരീസ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രൈഡൽ ബ്രൈറ്റനിങ് ക്രീം സീരീസിൽ ഡേ 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് പിഗ്മെന്റേഷനും അതുപോലെ തന്നെ നമുക്ക് ഒരു ആന്റി ഏജിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ക്രീമാണ്. ഇത് നമുക്ക് അങ്ങനെയുള്ള ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. അതായത് നിങ്ങളുടെ ഫേസിൽ നല്ല ഡീപ്പായിട്ടുള്ള പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിലും അതേപോലെ ഒരു കരിവാളിപ്പും പിന്നെ നമുക്ക് കുറച്ച് ഏജ്ഡ് ആയ മാതിരിക്ക് ഫീൽ, അതായത് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതുപോലെ തന്നെ നമുക്ക് ഒരു 40 അല്ലെങ്കിൽ ഒരു 35+ ഒക്കെ ആവുമ്പോൾ ചിലർക്ക് നേരത്തെ വരും. അതായത് കരിമംഗല്യം പോലുള്ള പാടുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് മാറാനും നമ്മുടെ സ്കിന്ന് നല്ലോണം ഗ്ലോയിങ് ആവാൻ ഹെൽപ്പ് ചെയ്യും, നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് നോക്കാം കേട്ടോ. നല്ലൊരു ആന്റി ഏജിങ് പാക്കാട്ടോ ഉലുവ നമുക്ക് എത്രത്തോളം നല്ലതെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലും. സ്കിൻ എന്ന് പറയുമ്പോൾ സ്കിന്നിലേക്ക് ഇത് പിഗ്മെന്റേഷനും ഗ്ലോയിങ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ, കുറച്ചും കൂടി ബ്രൈറ്റനിങ് ആവാനൊക്കെ. അപ്പൊ ഞാനിവിടെ 2 ടീസ്പൂൺ ഉലുവ കുറച്ച് അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളത്തിൽ തലേന്ന് സോക്ക് ചെയ്തപ്പോൾ അതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, ഒരു യെല്ലോ കളറിലേക്കാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പൊ ഇങ്ങനെ നന്നായി തിളച്ചിട്ടുണ്ട്. അത് തിളപ്പിച്ച് എക്സ്ട്രാക്ട് ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. അതായത് ഇങ്ങനെ ക്രീം പോലെ ഇനി ആക്കണം എന്നില്ല, ഇതന്നെ നമുക്ക് ജസ്റ്റ് രാത്രിക്ക് എടുക്കുമ്പോൾ അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഞാനിവിടെ ഒരു ക്രീം ബേസ് ആക്കിയിട്ടാണ് ചെയ്യണത്, അതായത് ഒരു ക്രീം മാതിരി അല്ലെങ്കിൽ ഒരു ജെൽ ടൈപ്പ്. അപ്പൊ ഞാനിവിടെ അലോവേരയാണ് ബേസിന് വേണ്ടി എടുത്തിരിക്കുന്നത്, നിലാസെറിന്റെ അലോവേരയാണ്. അത് നമ്മൾ ആവശ്യത്തിന് ഒരു വലിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിപ്പോ തന്നെ അതായത് ഈ ഉലുവ അങ്ങനെ തിളച്ച് വരുമ്പോ തന്നെ ഇങ്ങനെ ഒരു ഒട്ടണ മാതിരി, അതൊരു വഴുവഴുപ്പുള്ളൊരു ജലം, അതായത് ജലം മീൻസ് വഴുവഴുപ്പുള്ളൊരു വെള്ളം മാതിരി ഇരിക്കണത്. പക്ഷെ ഞാനിവിടെ കുറച്ചും കൂടി അതിനൊന്ന് സോഫ്റ്റ് ആക്കി ഒരു ജെൽ ടൈപ്പ് ആക്കുന്നു മാത്രം. നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം അപ്ലൈ ചെയ്യട്ടെ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര പെട്ടെന്ന് കുരു വരുന്നതാണ്, വേറെ ഒന്നും ഇൻഗ്രീഡിയൻസ് ഒക്കെ താല്പര്യമില്ല, ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ഞാനിവിടെ പിന്നെ നമ്മുടെ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആൽമണ്ട് ഓയിൽ ഞാൻ വീണ്ടും പറയുന്നു, ഇത് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി. ഈ ആന്റി ഏജിങ്ങിനൊക്കെ ആൽമണ്ട് ഓയിൽ ഭയങ്കര നല്ലതാണ്. റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, വിറ്റമിൻ ഇ റിച്ച് ആണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു 2 ആഴ്ചക്ക് ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. അത്രയും കേടാവാണ്ട് ഇരുന്നോളും. പുറത്ത് വെക്കരുത്, പുറത്ത് വെച്ചത് പതഞ്ഞ് നിറഞ്ഞ് നാശാവും കേട്ടോ. നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ അതിന് വേസ്റ്റ് ആവും, സമയവും പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ എന്നും തലേദിവസം വെള്ളത്തിലിട്ട് ഇങ്ങനെ തിളപ്പിച്ച് അപ്ലൈ ചെയ്യുക, കിടക്കുമ്പോൾ നേരത്തെ അപ്ലൈ ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം വന്നിട്ട്. ഇതാണ് നമ്മുടെ ക്രീം, ഉലുവ ക്രീം. ഇത് വളരെ ഇഫക്റ്റീവ് ആണ്, പണ്ട് മുതലേ ഞാൻ പറയലുണ്ട് കേട്ടോ നല്ലതാന്നുള്ളത്. ഇത് ഇതുമാതിരി ഇരിക്കും. ഇപ്പൊ കുറച്ച് ലൂസായിട്ടിരിക്കണം, കാരണം ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന് തന്നെ ഞാനിത് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതായത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെക്കണം, കാരണം ഉലുവയുടെ നമുക്കറിയാലോ ഒരു കൊഴുകൊടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റ് ആണ് അതിൽ നമുക്ക് വരിക. അത് എന്ന് പറയുന്നത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇരുന്ന് പതഞ്ഞ് നിറഞ്ഞ് നാശാവും. അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു 1 വീക്കിനുള്ളത് തയ്യാറാക്കിയിട്ട് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നൈറ്റിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം ചെയ്യണത് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നൈറ്റ് നമ്മളിത് ഫേസിൽ വെച്ചിട്ട് കിടക്കുകയാണെങ്കിലാണ് കൂടുതൽ ഗുണം കിട്ടുക. പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള വീണ്ടും ഇങ്ങനെ വന്ന് നിന്നിങ്ങനെ നേർ പറയുന്നത്, നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആൽമണ്ട് ഓയിലാണ്. അത് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഓപ്ഷൻ ഉണ്ട്, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കും. ഇതിപ്പോൾ നല്ല കുറച്ചൊരു ഇങ്ങനൊരു വെളുത്തിട്ടുള്ളൊരു ഗ്രീസി മാതിരി ഇരിക്കണത്. കുറച്ച് കഴിയുമ്പോൾ ഇതൊരു തിക്കാവും കേട്ടോ. ഇതൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഉണങ്ങുമ്പോൾ വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. കാരണം ഇത് വളരെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ മാതിരി പെട്ടെന്ന് അബ്സോർബ് ആവും. രാത്രി ഇടുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്തിട്ടേ ഒരു 1 കോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് ഒരു സ്ലൈറ്റ്ലി ഇങ്ങനെ ഉണങ്ങി വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ഒരു കോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആവും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് സ്കിൻ ഫിനിഷ് ആയിരിക്കും നമ്മുടെ ഫേസിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുക. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ. നല്ല രീതിക്ക് തന്നെ സ്മൂത്ത് ആവും സ്കിന്നിന്റെ ടെക്സ്ചറൊക്കെ. അതുപോലെ തന്നെ നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ സ്ലോലി നമുക്ക് മാറും. അതുപോലെ തന്നെ ബ്രൈറ്റനിങ്ങിനും നല്ല ഗ്ലോയിങ് ആവാനും ആന്റി ഏജിങ്ങിനും ഒക്കെ നല്ലതാണ്. അപ്പൊ ഇത് അങ്ങനെയാണ് ഇരിക്കണേ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വലിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ ഇട്ടിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഗ്ലാസ്
സ്കിന്ന് മാതിരി ഇരിക്കണം. നമ്മൾ ചില എന്താ പറയുക ഷീറ്റ് മാസ്കും ചില എന്താ പറയുക ക്രീമൊക്കെ ഇട്ടിട്ട് കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുമാതിരി ഇരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഒന്നും കൂടി കുറച്ചും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഒരു ലെയറും കൂടി. അപ്പം അത് കുറേ ഒന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇത് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. നെക്കിലും കൂടി ഇടണം കേട്ടോ. നെക്കിൽ ആ ഒരു ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാൻ നല്ലതാണ്. ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴുത്തിൽ കറുപ്പൊക്കെ വരില്ലേ ചിലർക്ക്, അതിനൊക്കെ നല്ലതാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. അതുപോലെ ഇടാം. ജസ്റ്റ് ഒന്ന് ഉണങ്ങുമ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു ഗ്ലാസ് ടച്ച് മാതിരി, ഗ്ലാസ് ഫിനിഷ് ടച്ച് മാതിരി ഇരിക്കും. അത് പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും നമ്മളെല്ലാ ക്രീം റെഡിയാക്കുമ്പോൾ പറയണ മാതിരി തന്നെ ഒരു സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കടലമാവോ അങ്ങനത്തെ പൗഡറുകളാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും വാഷ് ചെയ്യുക. സ്കിൻ കെയർ മസ്റ്റാണ്, എസ്പെഷ്യലി സൺസ്ക്രീൻ എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരാളിങ്ങനെ ഇരുന്ന് ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഓരോ ഇഷ്യൂസ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പല ഇഷ്യൂസ് ആണല്ലോ, എല്ലാവർക്കും ഒരേമാതിരി ആയിരിക്കില്ല സ്കിന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഇതിനനുസരിച്ച് നമ്മളിപ്പോൾ ഈ സീരീസിൽ നമ്മൾ എന്തൊക്കെയാണോ ഓരോ ക്രീം കാണിക്കുമ്പോഴും ഹോം മെയ്ഡ് ക്രീമുകൾ കാണിക്കുമ്പോൾ പറയാറുണ്ട് ഇന്ന കാര്യങ്ങൾക്ക് നല്ലതാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. പിന്നെ പുതിയ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ അലർജി ടെസ്റ്റ് ചെയ്യണം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എന്നാലും പിന്നെയും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പലരും നമ്മൾ നല്ലതാന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ എടുത്ത് അങ്ങോട്ട് ട്രൈ ചെയ്യാണ്ട് ജസ്റ്റ് നമ്മളൊരു 1 വീക്ക് 2 വീക്കൊക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഓൾറെഡി ഒരു 3-4 കൊല്ലം മുന്നേ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇഫക്റ്റീവാണ്. അന്നേ കുറേ പേര് ട്രൈ ചെയ്തിട്ടൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതാണ്. അപ്പം നമ്മുടെ ഈ പുതിയ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇത് പഴയ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമല്ല, സ്കിന്ന് നല്ലോണം ഗ്ലോ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഒപ്പം തന്നെ നമുക്കിങ്ങനെ ആൻറ്റി ഏജിങ്ങിനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഒക്കെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഹോം റെമഡീസ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.